ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കാലോ അല്ലേ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. യെസ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. അപ്പോ നമുക്ക് വെബിനാർ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ആര്യ എന്നാണ്. ഐഫറിലെ സീനിയർ നെറ്റ് കോർഡിനേറ്റർ ആണ്. അതുപോലെ MCJ ഫാക്കൽറ്റിയും കൂടിയാണ്. അപ്പോ ഇന്നത്തെ ഈ ഒരു വെബിനാറിൽ നമ്മൾ മെയിൻ ആയിട്ട് ഈ ഒരു ജൂൺ ടേമിലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിലേക്കുള്ള ഫസ്റ്റ് വെബിനാർ ആണ്. ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് അടുത്തൊരു എക്സാമിന് വേണ്ടിയിട്ട്, അടുത്ത എക്സാം നമുക്കറിയാം എന്തായാലും ജൂണിൽ തന്നെ നടക്കും. ആ ഒരു സൈക്കിള് റെഗുലർ ആക്കാൻ വേണ്ടിയിട്ട് മാക്സിമം പോയാൽ ജൂലൈ ഫസ്റ്റിൽ തന്നെ നമുക്ക് എക്സാം ഉണ്ടാവും. അപ്പൊ ഈ ഒരു ജൂൺ ടേമിലേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതും, ഇനി ഓൾറെഡി നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവല്ലേ, ലാസ്റ്റ് ടേമിലൊക്കെ വന്നിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട്. അപ്പൊ ആ ഒരു ചേഞ്ചിനോട് നമുക്ക് എങ്ങനെ പൊരുത്തപ്പെട്ട് പഠിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വെബിനാറിലൂടെ പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോ ഇതിൽ പാർട്ടിസിപ്പൻസ് ഇപ്പോൾ വളരെ കുറവാണ്, ഇനി ജോയിൻ ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോ ഇതിലുള്ള ആള് എന്താണ് ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ആളാണോ, അതോ എക്സാം എഴുതിയിട്ട് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത ആളാണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ റിപ്ലൈ ചെയ്താൽ നല്ലതായിരുന്നു കേട്ടോ. നമുക്ക് ഓഡിയൻസിനനുസരിച്ച് നമ്മുടെ ആ ഒരു സെഷൻ എങ്ങനെയാണ് വേണ്ടതെന്നുള്ള പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾറെഡി എക്സാം എഴുതിയതാണോ അതോ ബിഗിന്നർ ആണോ, ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്ന ആളാണോ? ഓക്കെ, ഫസ്റ്റ് ടൈം എഴുതാൻ പോകുന്ന ആളാണല്ലേ. അപ്പൊ ഈ ഒരു എക്സാമിനെ കുറിച്ച് ധാരണയുണ്ടോ? എന്താണ് ഈ ഒരു എക്സാം, കട്ട് ഓഫ് എന്താണ്, എത്ര നമ്മൾ സ്കോർ ചെയ്യണം, പേപ്പർ 1 പേപ്പർ 2, ഇതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടോ? ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടാണോ വന്നിട്ടുള്ളത്, ഓർ എല്ലാം ഈ ഒരു എക്സാമിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയേണ്ട ഒരു ആവശ്യമുണ്ടോ? ഓക്കെ, ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ നമുക്ക് ഈ ഒരു വെബിനാർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു വെബിനാർ കംപ്ലീറ്റ് ആവുന്നതിലൂടെ കിട്ടും കേട്ടോ. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അത് ഈ ഒരു ടേമിലെ നമ്മുടെ റിസൾട്ട് ആണ്. അതായത് ഡിസംബർ 2024 എക്സാമിന്റെ റിസൾട്ട് നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, ഫെബ്രുവരിയിലാണ് വന്നിട്ടുള്ളത്. സോ ആ ഒരു ഒറ്റ ടേമില് നമുക്ക് ഉള്ള റിസൾട്ട് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ടോട്ടൽ 62 JRF ഉണ്ട്. അതുപോലെ തന്നെ നെറ്റ് 559 ആണ്. ദെൻ 1416 PhD. അപ്പോ ഒരൊറ്റ ടേമിലെ റിസൾട്ട് ആണ് ഐഫർ ഈ പറഞ്ഞിട്ടുള്ള നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്കും ഈ ഒരു വിക്ടറിന്റെ ഭാഗമാവാം എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ നമ്മൾ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വിക്ടറിന്റെ ഭാഗമാവാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കാരണം അത്ര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ PGയിലെ ഒരു എക്സാം എഴുതുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഡിഗ്രിയിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള എക്സാമുകളെ അപ്രോച്ച് ചെയ്യുന്നത് പോലെ അല്ല ഈ ഒരു നാഷണൽ ലെവലിലുള്ള ഈ ഒരു കോമ്പറ്റിറ്റീവ് എക്സാമിന് അപ്രോച്ച് ചെയ്യേണ്ടത്. അതിൽ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഡിഗ്രിയിൽ റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ PGയിൽ റാങ്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള പലർക്കും ഈ ഒരു എന്താ പറയാ PG കഴിഞ്ഞു വർഷങ്ങളായിട്ട് ശ്രമിച്ചിട്ടും നെറ്റ് അല്ലെങ്കിൽ JRF കിട്ടാത്തൊരവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടാവും. നിങ്ങളും ആലോചിച്ചിട്ടുണ്ടാവില്ല എന്തുകൊണ്ട് അവർക്ക് ഈ റാങ്ക് കിട്ടിയിട്ടും അവർക്ക് നെറ്റ് കിട്ടുന്നില്ല എന്നുള്ളത്. അപ്പൊ ഈ ഒരു രണ്ട് എക്സാമിനെയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് വളരെ ഡിഫറെന്റ് ആണ്. അതാണ് ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലെ? അതായത് നമ്മൾ ഈ ഒരു എക്സാമിനെ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്, ഇതൊക്കെ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോ PG കഴിഞ്ഞവരാണോ നിങ്ങള്? PG കഴിഞ്ഞിട്ട് ഇരിക്കുകയാണോ അതോ PG പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, സെക്കൻഡ് ഓർ തേർഡ് ടേം ആണോ വരിക? ഐ മീൻ സെം ആണോ വരിക? ഓക്കെ, അപ്പൊ PG പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഏകദേശം കൺസെപ്റ്റുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കും അല്ലേ? യെസ്. ആ തേർഡ് സെമ്മിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊഡ്യൂളിൽ നമ്മുടെ ഈ ഒരു നെറ്റ് എക്സാമിന് ആവശ്യമായിട്ടുള്ള അതിൽ പറഞ്ഞിട്ടുള്ള മെയിൻ സിലബസിന്റെ ഏകദേശം ഒരുപാട് ഭാഗങ്ങളൊക്കെ കവർ ആയിട്ടുണ്ടാവും. ഫിലിം സ്റ്റഡീസ് പോലുള്ള വിഷയങ്ങളായിരിക്കും ചിലപ്പോൾ പെൻഡിങ് ഉണ്ടാവാം. അപ്പൊ പേപ്പർ 2ന്റെ കേസിൽ അങ്ങനെയാണല്ലേ, നമ്മൾ PG മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസ്റ്റ് ആണെങ്കിൽ അതിൽ വരുന്ന ഏകദേശം ഏരിയാസ് ഒക്കെ തന്നെയാണ് വരുന്നത്. ബട്ട് അത് എങ്ങനെ പഠിക്കണം എന്നുള്ളതിന്റെ ഒരു ഡിഫറൻസ് മാത്രമാണ് നമുക്ക് ഉള്ളത്.
സോ എന്താണ് നെറ്റ് എക്സാം എന്നുള്ളതിനെ കുറിച്ച് ഞാൻ വളരെ ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. എക്സാമിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ട് എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ UGC നെറ്റ് എക്സാം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു നാഷണൽ ലെവലിലുള്ള എക്സാം ആണെന്നുള്ളതാണ് അല്ലെ. അപ്പൊ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവുക, ഒരു നാഷണൽ ലെവലിലുള്ള എക്സാം എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലെ. അതിൽ നെറ്റ് ആണെങ്കിലും JRF ആണെങ്കിലും PhDക്കുള്ള എലിജിബിലിറ്റി ആണെങ്കിലും അതൊരു നാഷണൽ ലെവൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ മൊത്തം MCJ പഠിക്കുന്ന ആൾക്കാരാണ് എഴുതുന്നത്, അതുകൊണ്ട് എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള സെൽഫ് ഡൗട്ടുകളൊക്കെ കൊണ്ടായിരിക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. ബട്ട് എന്താണ് ഞാൻ പറഞ്ഞതുപോലെ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ എഫേർട്ട് ഇടാൻ റെഡി ആണെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഓൾ ഇന്ത്യ ലെവലില് പ്രധാനമായിട്ടും ഇപ്പം 3 കാറ്റഗറീസിലാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. അതായത് മുന്നേ ഒക്കെ ഡൗട്ട് പറയാറുണ്ട് JRF എക്സാമും നെറ്റ് എക്സാമും ഡിഫറെന്റ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവല്ലേ. ഇത് രണ്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ 3 ഡിഫറെന്റ് എക്സാംസ് ഒന്നും അല്ല, ഒരൊറ്റ എക്സാം ആണ്. അതില് നമ്മൾ അച്ചീവ് ചെയ്യുന്ന മാർക്കിനനുസരിച്ചിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത് 3 കാറ്റഗറി ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ജൂൺ 2024 വരെ, അതായത് ഈ കഴിഞ്ഞ എക്സാമിന്റെ തൊട്ട് മുന്നത്തെ എക്സാം വരെ നമുക്ക് പ്രധാനമായിട്ടും 2 കാറ്റഗറീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. ഒന്ന് JRF ആണ്, മറ്റൊന്നെന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പ് ആണ്. ഈ 2 കാറ്റഗറി മാത്രം ഉണ്ടായിടത്തുനിന്നാണ് ഇപ്പൊ നമുക്ക് PhD എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ കാറ്റഗറിയും കൂടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഡിഫറെന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് എൻട്രൻസ് ടെസ്റ്റിലൂടെ ആയിരുന്നു PhDക്കുള്ള അഡ്മിഷൻ എടുത്തിരുന്നത്. എന്നാൽ ഇതൊക്കെ കൂടെ സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മളുടെ ഈ ഒരു നെറ്റ് എക്സാമിൽ തന്നെ എലിജിബിൾ ഫോർ PhD അല്ലെങ്കിൽ അഡ്മിഷൻ ടു PhD എന്ന് പറയുന്ന കാറ്റഗറിയും കൂടെ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അത്രയും റെലവെന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ അതിന്റെ ഒരു പ്രാധാന്യം നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക. ഇനി ഇതിൽ തന്നെ ഏറ്റവും ഉയർന്ന മാർക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ അല്ലെ, നെറ്റ് എക്സാം എഴുതി നമ്മൾ ടോപ്പ് 1% എത്തുകയാണെങ്കിൽ, ടോപ്പ് 1% നമ്മൾ എത്തുകയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് ആദ്യം പറഞ്ഞിട്ടുള്ള കാറ്റഗറി 1 എന്ന് പറയുന്ന എലിജിബിലിറ്റി ആണ് നമുക്ക് കിട്ടുക. അതായത് അവാർഡ് ഓഫ് JRF ആൻഡ് അപ്പോയിന്റ്മെന്റ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ. അവിടെ എന്താണ് നമുക്ക് എന്താ പറയാ 4 വർഷം കൊണ്ട് അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് നമുക്ക് ലക്ഷങ്ങൾ സമ്പാദിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് കാറ്റഗറി 1ന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമുക്കറിയാം JRF എന്ന് പറയുന്നത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആണ്. അപ്പൊ ഗവൺമെന്റ് ഫെലോഷിപ്പോട് കൂടിയിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരമാണ് നമ്മൾ കാറ്റഗറി 1 എക്യോർ ചെയ്യുന്നതിലൂടെ കിട്ടുന്നത്. അത് ഈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെറ്റിനെയും PhDനെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് കുറച്ച് ടാസ്ക് ആണ്. കാരണം എന്താണ്, അതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ 2 കാറ്റഗറിനെയും വെച്ച് നോക്കുന്ന സമയത്ത് വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ബട്ട് ഈ ഒരു കാറ്റഗറിയിലേക്കാണ് നമ്മൾ എലിജിബിൾ ആവുന്നതെങ്കിൽ അവിടെ നമുക്ക് ഫെലോഷിപ്പ് എമൗണ്ട് കിട്ടും, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള യോഗ്യത ഉണ്ടാവും, അതുപോലെ തന്നെ PhD അഡ്മിഷനുള്ള യോഗ്യത ഉണ്ടാവും. ഇതാണ് എന്തെന്ന് പറഞ്ഞത് കാറ്റഗറി 1. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറി 1ലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ഇത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 3ലേക്ക് നമ്മൾ എലിജിബിൾ ആയിരിക്കും. ഇനി കാറ്റഗറി 2 എന്ന് പറയുന്നത് അവിടെ എന്താണ്, അപ്പോയിന്റ്മെന്റ് ആസ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അഡ്മിഷൻ ടു PhD ഓൺലി ആണ്. അവിടെ എന്താണ് കാറ്റഗറി 1ലെ ഒരു സംഗതി മിസ്സിംഗ് ആണ്, അത് JRF ആണ്. ഇവിടെ നമുക്ക് ഫെലോഷിപ്പ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ എന്താ അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ള എലിജിബിലിറ്റി, PhDക്കുള്ള അഡ്മിഷന്റെ എലിജിബിലിറ്റി ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആൻഡ് കാറ്റഗറി 3 എന്ന് പറയുന്നത് JRFും ഇല്ല, അസിസ്റ്റന്റ് പ്രൊഫസർഷിപ്പിനുള്ളതും ഇല്ല, നമുക്ക് എന്താണ് ഡയറക്റ്റ് ആയിട്ടും ഈ പറഞ്ഞിട്ടുള്ള PhDയിലേക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു എലിജിബിലിറ്റി മാത്രമാണ് നമുക്ക് 3rd കാറ്റഗറിയിൽ കിട്ടുന്നത്. സോ ഈ 3 കാറ്റഗറി ഉണ്ട് എന്നുള്ളതും ഇതിൽ ഏറ്റവും നമുക്ക് എത്തിപ്പിടിക്കാൻ ഒരു ടാസ്ക് ആയിട്ടുള്ളത് ഫസ്റ്റ് കാറ്റഗറി ആണെന്നുള്ളത് മനസ്സിലാക്കുക. ബട്ട് നമുക്ക് ഏറ്റവും നേട്ടം കിട്ടാൻ പോകുന്നത് ആ ഒരു ഫസ്റ്റ് കാറ്റഗറി നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലാണല്ലേ. കാരണം ഗവൺമെന്റ് ഫെലോഷിപ്പോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ്, റിസർച്ച് ചെയ്യാമെന്നുള്ളതാണ്. നമ്മുടെ ലൈഫ് സെറ്റിൽ ആയ ഒരു എന്താ പറയുക, സെറ്റിൽ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് നമ്മൾ ഫസ്റ്റ് JRF എന്ന് പറയുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ. അത് ഇന്ത്യയിലെ തന്നെ ടോപ്പ് 1%-നാണ് കിട്ടുക. അപ്പം കിട്ടുന്നവരുണ്ട്, ഐഫറിലും JRF ഹോൾഡേഴ്സ് ഉണ്ട്, MCJയിലെ JRF ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാ സബ്ജക്റ്റിലും JRF ഹോൾഡേഴ്സ് ഉണ്ട്. സോ ഇത് വളരെ ഹെർക്കുലിയൻ ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല, നമ്മളുടെ എഫേർട്ട് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ ഇതാണ് 3 കാറ്റഗറി എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇനി നിങ്ങൾ ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരാളും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ടൈം എക്സാം അപ്രോച്ച് ചെയ്യാൻ പോകുന്ന ആളാണോ? ഒന്ന് റെസ്പോൺസ് തരുമോ? അത് ഓൾറെഡി എക്സാം എക്സ്പീരിയൻസ് ഉള്ള ആളാണോ? തേർഡ് അറ്റംപ്റ്റ്. ഓക്കെ, അപ്പൊ എക്സാമിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവും. ഞാൻ പെട്ടെന്ന് പറഞ്ഞോ കേട്ടോ.
എക്സാമിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി ഇനി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് ടൈം ഉള്ളവർക്കും കൂടെ വേണ്ടിയിട്ടാണ്, അതായത് എല്ലാ രീതിയിലുള്ള ആൾക്കാരും കാറ്റർ ചെയ്യുന്ന ഒരു വെബിനാർ ആവാൻ വേണ്ടിയിട്ടാണ് ബിഗിനേഴ്സിനുള്ളത്. നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ട് കിട്ടാത്തവരും ഒക്കെ എന്താണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു എന്താ പറയുക വെബിനാറിലൂടെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. എങ്ങനെ MCGL കിട്ടാൻ പറ്റും അല്ലെങ്കിൽ JRF കിട്ടാം എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷൻ നമ്മൾ നടത്തുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, അവർക്ക് വേണ്ടി പറയാണ്. ഇപ്പൊ നമ്മളൊരു ബിഗിനേഴ്സ് ലെവലിൽ എന്താണ് ഈ ഒരു എക്സാം, അതിന്റെ പാറ്റേണും കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. സോ പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടാവും. പേപ്പർ 1 ഉണ്ട്, പേപ്പർ 2 ഉണ്ട്. അതായത് 2 പേപ്പേഴ്സ് ആണ് ഉള്ളത്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ MCQs ആണ് അല്ലെ. അതില് പേപ്പർ 1 എന്ന് പറയുന്നത് ജനറൽ പേപ്പറാണ്, അതായത് ജനറൽ ആയിട്ടുള്ള ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസ് ആണ് അതിലുണ്ടാവുക. അതിലൊക്കെ മാത്സ് ഉണ്ട്, റിസർച്ച് ഉണ്ട്, അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ് വരുന്നുണ്ട്, ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ആണ് പേപ്പർ 1 വരുന്നത്. പേപ്പർ 2 ആണ് നമ്മുടെ പേപ്പർ എന്ന് പറയുന്നത്. നമ്മുടെ പേപ്പർ MCG ആണ്. അപ്പോ പേപ്പർ 1 10 മൊഡ്യൂൾ ഉണ്ട്, അതുപോലെ തന്നെ പേപ്പർ 2 10 മൊഡ്യൂൾസ് ഉണ്ട്. അപ്പൊ മൊഡ്യൂളൊക്കെ ഏകദേശം ഒരുപോലെയാണ് വരുന്നത്, 10 വെച്ചിട്ട് തന്നെയാണ്. ഇനി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ പേപ്പർ 1 ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിന് ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് നമുക്ക് 100 മാർക്സ് ആണ് വരുന്നത്. ആസ് ഓഫ് നൗ നമുക്ക് എന്തില്ല, നെഗറ്റീവ് മാർക്സ് ഇല്ല. ധൈര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ പോയിന്റും മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് തീരെ അറിയില്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒന്ന് ഗസ് ചെയ്തിട്ട് ആൻസർ ചെയ്താൽ ചിലപ്പോൾ കറക്റ്റ് ആവാം, ചിലപ്പോൾ തെറ്റാവാം. പക്ഷെ 2 വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നഷ്ടമൊന്നും വരുന്നില്ല, കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ല. നെഗറ്റീവ് മാർക്ക് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാം, ബട്ട് ഈ ഒരു ജൂണിൽ തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നെഗറ്റീവ് മാർക്കിനെ പേടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. DI ഒരുപാട് ഓക്കെ പറയാട്ടോ. നമ്മൾ പേപ്പർ 1 ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വെബിനാർ നടന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് ഉണ്ടാവാത്തോണ്ടായിരിക്കും. അനീസ്ക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വെബിനാർ നമ്മുടെ ഐഫറിന്റെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് DI നെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഞാൻ പറയാം ഈ പറഞ്ഞതുപോലെ. യെസ്, എങ്ങനെയാണ് ടൈം മാനേജ് ചെയ്യുക DI ചെയ്യുമ്പോൾ എന്നുള്ളതൊക്കെ പറയാം കേട്ടോ. അപ്പൊ പേപ്പർ 1 50 ക്വസ്റ്റ്യൻസ് 2 മാർക്സ് വെച്ചിട്ട് 100 ആണ് വരുന്നത്. അതുപോലെ തന്നെ പേപ്പർ 2 നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ടോട്ടൽ 200 മാർക്കാണ് വരുന്നത്. അപ്പൊ ഇതിനൊക്കെ കൂടെ നമുക്ക് കിട്ടുന്ന ഒരു ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. ഇവിടെയാണ് ആള് പറഞ്ഞിട്ടുള്ളത്, ഈ പറഞ്ഞ പോലെ ഒരുപാട് ടൈം DIക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് നമുക്ക് ചിലപ്പോൾ വായിച്ചു നോക്കാൻ പോലും പറ്റാതെ, കോംപ്രിഹെൻഷൻ ഒക്കെ ചിലപ്പോൾ വായിക്കാതെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കോംപ്രിഹെൻഷൻ ആണ് ലാസ്റ്റ് ടേമിലൊക്കെ ചോദിച്ചിട്ടുള്ളത്. ബട്ട് ഈ ഒരു DIയിൽ നമ്മൾ ഒരുപാട് ടൈം ഇരുന്നത് കൊണ്ട് ചിലപ്പോൾ കോംപ്രിഹെൻഷൻ ചെയ്യാൻ പറ്റാതിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞതുപോലെ നമുക്ക് ടോട്ടൽ 3 hours ആണ്. ആ 3 hours എന്ന് പറയുന്നത് കണ്ടിന്യൂസ് 3 hours ആണ്. അവിടെ എന്താണ്, നമുക്ക് സെറ്റ് എക്സാമിലൊക്കെ ഉള്ള പോലെ ഒരു ബ്രേക്ക് വന്നിട്ടൊന്നല്ല അടുത്ത പേപ്പർ വരിക, കണ്ടിന്യൂസ് 3 hours നമുക്ക് കിട്ടും. പക്ഷേ അതിൽ നമുക്ക് ചൂസ് ചെയ്യാം കേട്ടോ. ആദ്യം നിങ്ങൾക്ക് പേപ്പർ 2 അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓപ്റ്റ് ചെയ്തിട്ട് പേപ്പർ 2 അറ്റംപ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം പേപ്പർ 1 തിരിച്ചു വരാനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. സോ ഈ പറഞ്ഞ പോലെ പേപ്പർ 1 ആൻഡ് പേപ്പർ 2 3 മണിക്കൂർ 300 മാർക്കാണ് നമുക്ക് ടോട്ടൽ ഈ ഒരു എക്സാമിന് വരുന്നത്. ഓക്കെ, ദെൻ നമ്മൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയയും അതുപോലെ തന്നെ ഏജ് ലിമിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അല്ലെ, നമുക്ക് എന്തായാലും മാസ്റ്റേഴ്സ് ഡിഗ്രി ഒന്നെങ്കിൽ കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് പെർസ്യൂ ചെയ്യുന്നവർക്ക്, റിസൾട്ട് അവൈറ്റ് ചെയ്യുന്നവർക്കും ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിന്റെ ഒരു മാർക്കിന്റെ ഒരു ക്രൈറ്റീരിയ പറയുകയാണെങ്കിൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള UGC റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഏതെങ്കിലും ആ ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 55% മാർക്കോട് കൂടിയിട്ട് നമ്മൾ PG പാസ്സായിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. ആൻഡ് ഇൻ കേസ് നമ്മൾ PGന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്, ആ ഒരു റിസൾട്ട് വന്ന് 2 വർഷത്തിനുള്ള, അതായത് നമ്മൾ PGന്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യാണ്, നമ്മൾ എക്സാം എഴുതി, അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ നമ്മളുടെ റിസൾട്ട് വന്ന് വിത്തിൻ 2 years നമ്മൾ എന്ത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്, നമ്മളുടെ ആ ഒരു PG കംപ്ലീറ്റ് ആയിരിക്കണം വിത്ത് ദ റിക്വേർഡ് പെർസെന്റേജ്. നമുക്ക് പറഞ്ഞിട്ടുള്ള 55% മാർക്കോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം എന്നുള്ളതാണ്, ഈ ഒരു 2 വർഷത്തിനുള്ളിൽ PG കംപ്ലീറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് റിസൾട്ട് അവൈറ്റ് ചെയ്യുന്നവർക്കുള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇതിൽ PG പഠിക്കുന്ന ആളുണ്ട് എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജൂൺ ടേമിൽ തന്നെ എക്സാം അറ്റംപ്റ്റ് ചെയ്യാം. ദെൻ ആ ഒരു റിസൾട്ട് വന്ന് വിത്തിൻ 2 years നമ്മളുടെ PG കംപ്ലീറ്റ് ആയിരിക്കുക. പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, കംപ്ലീറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടായിരിക്കണം എന്നുള്ളതാണ്, ഈ പറഞ്ഞിട്ടുള്ള 55% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ ഇതിന്റെ അകത്ത് 4 year ഇന്റഗ്രേറ്റഡ് ഡിഗ്രി ചെയ്യുന്നവർ, അല്ലെങ്കിൽ 8 semester ഡിഗ്രി ഉണ്ടല്ലോ നമ്മളുടെ ഇപ്പം എന്താ പറയാ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി,
അപ്പൊ അതാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവില്ല, എല്ലാവരും ഓൺ ഗോയിങ് ആണ്. അപ്പൊ അത് കംപ്ലീറ്റ് ആയ ഒരാൾക്ക് 75% മാർക്സ് വേണം. ഇനി അതും എന്താണ്, ലാസ്റ്റ് സെമ്മിൽ ഇരിക്കുന്നവർക്ക് എക്സാം എഴുതാം. അവരുടെയും ഒരു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വിത്തിൻ 2 ഇയേഴ്സ് അവരെന്ത് ചെയ്തിരിക്കണം, അവരുടെ ഡിഗ്രി പാസ്സായിരിക്കണം എന്നുള്ളതാണ്. അവർക്ക് എന്തായാലും ലാസ്റ്റ് സെമസ്റ്ററിൽ മാത്രമേ, അതായത് 8 സെമസ്റ്റർ ആണ് ഉണ്ടാവുക, 8th സെമസ്റ്ററിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്, ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ആ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഇപ്പൊ PG പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ 55% മാർക്കോട് കൂടിയിട്ട് തന്നെ പാസ്സാവുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്താവും എന്നുള്ളതാണ്, ആ ഡിസ്ക്വാളിഫൈ ആവും എന്നുള്ളതാണ്. ഇവൺ നിങ്ങൾ ആ ഒരു എക്സാം ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല, നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആവും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ആൻഡ് ഏജ് ലിമിറ്റിലേക്ക് വരുന്ന സമയത്ത് ആൻഡ് റിലാക്സേഷനും ഉണ്ടല്ലോ, ചില കാറ്റഗറീസിന് റിലാക്സേഷനും ഉണ്ട്. അപ്പൊ ഏജ് ലിമിറ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് JRF മാത്രമേ ഏജ് ലിമിറ്റ് ഉള്ളൂ കേട്ടോ. അതൊന്ന് പ്രത്യേകം നോക്കുക. പലരും ചോദിക്കാറുണ്ട്, എനിക്ക് ഇത്ര വയസ്സായി, എനിക്ക് നെറ്റ് എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളത്. നെറ്റ് എക്സാം എഴുതാൻ പറ്റും, അതായത് നെറ്റിന് എന്തില്ല, ഏജ് ലിമിറ്റ് ഇല്ല. നെറ്റിനും അതുപോലെ തന്നെ PhDക്കും ഒരു അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. വേറാസ് JRF എന്തുണ്ട്, ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ JRF തന്നെ എയിം ചെയ്തുകൊണ്ട് പഠിക്കുക. അപ്പോ നോട്ട് മോർ ദാൻ 30 ഇയേഴ്സ് എന്നുള്ളതാണ് ജനറൽ കാറ്റഗറി അല്ലെങ്കിൽ അൺറിസർവ്ഡ് കാറ്റഗറിയുടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. എന്നാൽ താഴെ പറഞ്ഞിട്ടുള്ള ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാറ്റഗറീസ് ഉണ്ടല്ലോ, OBC, NCL സ്റ്റാൻഡ്സ് ഫോർ നോൺ ക്രീമി ലെയർ, then SC, ST, PWD, തേർഡ് ജെൻഡർ കാറ്റഗറീസ് ആൻഡ് ഓൾസോ വിമൻ ആപ്ലിക്കൻസ്. ഇവർക്കൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 30 വയസ്സാണ് JRFന്റെ അപ്പർ ഏജ് ലിമിറ്റ് എങ്കിൽ, OBC, NCL, SC, ST, PWD, തേർഡ് ജെൻഡർ കാറ്റഗറീസ് ആൻഡ് വിമൻ അപ്ലിക്കൻസ് ആണെങ്കിൽ അവർക്ക് എന്താണ് 35 വയസ്സാണ് JRFന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ അസിസ്റ്റന്റ് പ്രൊഫസർ നമ്മുടെ സെക്കൻഡ് കാറ്റഗറി ആണ്. തേർഡ് കാറ്റഗറി ആയിട്ടുള്ള അഡ്മിഷൻ ടു PhD, ഈ 2 കാറ്റഗറിക്കും അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. നിങ്ങൾ എത്ര വയസ്സാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ്. ഈ പറഞ്ഞിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് PG കംപ്ലീറ്റ് ആണ് അല്ലെങ്കിൽ PG പെർസ്യൂ ചെയ്യുകയാണെന്നുള്ള ഒരു സ്റ്റേറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്ര വയസ്സിലും ഈ ഒരു നെറ്റ് എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബട്ട് നമ്മളുടെ എയിം എപ്പോഴും എന്തായിരിക്കുക, നമ്മൾ ആ ഒരു 1% എത്തോ എന്നുള്ളതായിരിക്കണല്ലോ നമ്മളുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, JRF തന്നെ എയിം ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു സിലബസ് ആസ്പെക്റ്റിലേക്ക് വരാം. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊക്കെ എക്സാം അറ്റംപ്റ്റ് ചെയ്തവരാണോ എന്നുള്ളതൊന്ന് പറയോ, ഓൾറെഡി എക്സാം എഴുതിയതാണോ? ഒരു കാര്യം ചോദിക്കാം, ലാസ്റ്റ് എക്സാം എഴുതിയ ആരൊക്കെ ഉണ്ട്, ജസ്റ്റ് ഒന്ന് യെസ് കമന്റ് ചെയ്യോ. ഓക്കെ, വേറെ ആരെങ്കിലും ഉണ്ടോ ലാസ്റ്റ്? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സാം? നിങ്ങൾ റിസൾട്ട് എക്സ്പെക്ട് ചെയ്തിട്ട് കിട്ടാതിരുന്നതാണോ? ഏതെങ്കിലും എലിജിബിലിറ്റി ഉണ്ടോ, PhDയോ നെറ്റോ എന്തെങ്കിലും എലിജിബിലിറ്റി ഉണ്ടായിരുന്നോ, ഓർ നിങ്ങൾ ക്വാളിഫൈ ചെയ്യാതിരുന്നയാണോ? അതോടെ ഒന്ന് പറയോ. ഓക്കെ, താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ്. ബാക്കി എല്ലാവരും കൂടെ ഒന്ന് പറയോ. ഞാൻ എക്സാമിന്റെ ഒരു ചേഞ്ചിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം ഓക്കെ, യെസ്. അപ്പോ ലാസ്റ്റ് ടേമിൽ നമ്മൾ എക്സാം എടുക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ക്വാളിഫൈ ചെയ്തില്ല എന്ന് പറഞ്ഞു. വളരെ ഇന്ററാക്റ്റീവ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാണ് കേട്ടോ. കാരണം അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു വെബിനാർ നമുക്ക് എഫക്റ്റീവ് ആക്കണമെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കറക്റ്റ് ആയിട്ട് റെസ്പോൺസ് കിട്ടണം. അതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണല്ലോ നമ്മളുടെ ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ പറ്റുന്നത്. ഓക്കെ, അതിന് മുന്നത്തെ അറ്റംപ്റ്റിനേക്കാളും മാർക്ക് കൂടിയിട്ടുണ്ട് എന്നുള്ളത് അല്ലെ. ഓക്കെ, അപ്പോ ഇപ്പോ ഒരുപാട് തവണ എക്സാം ഈ പറഞ്ഞ പോലെ പാറ്റേൺ മനസ്സിലാക്കാനും എക്സാമിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടൊക്കെ MCGയുടെ ഒരു എക്സാം ഒരുപാട് തവണ ഞാൻ എഴുതിയിട്ടുണ്ട്. അതില് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ലാസ്റ്റ് ടേമിൽ എക്സാം എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഡിഫിക്കൽട്ട് ആയിരുന്നു. ഡിഫിക്കൽട്ട് ആണ് എന്ന് പറയാനൊരു കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ അതിലെ പല ക്വസ്റ്റ്യൻസിന്റെയും നേച്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഡൽഹി പോലീസിന്റെ മോട്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും നെറ്റ് എക്സാമിന്റെ സിലബസിൽ നിന്നുകൊണ്ട് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നില്ല. ആൻഡ് ഒരു സിലബസ് ആസ്പെക്റ്റിലേക്ക് ഞാൻ വരുന്ന സമയത്ത് നമുക്ക് 10 മൊഡ്യൂളും അതിൽ കറക്റ്റ് ആയിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. ഒറ്റൊരു മൊഡ്യൂൾ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയാം. നമുക്ക് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട്. അതിലെ ഓരോ ടോപ്പിക്കും വായിക്കുന്ന സമയത്ത്
കുറച്ച് കാര്യങ്ങൾ എന്താണ് റിപ്പോർട്ടറിന്റെ ക്വാളിറ്റീസ് എന്താണ്, എന്താ പറയാ, നമ്മൾ എങ്ങനെയാണ് ബ്രോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രിന്റിന് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്, വളരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രിക്കും പി ജിക്കും ഒക്കെ ഉള്ള പോലത്തെ, അല്ലെങ്കിൽ അവിടെ എങ്ങനെയാണോ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് അതുപോലത്തെ കുറച്ച് ടോപ്പിക്കുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന മൊഡ്യൂൾ. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഓരോ ടേമിലേതും എടുത്ത് നോക്കുന്ന സമയത്ത് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇത്രയും ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചോ, അടുത്ത മൊഡ്യൂളിൽ ഇത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചോ, അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ സംഗതികളൊന്നും അടുത്ത കൂടെ പോലും പോയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മുടെ സിലബസ് മാറിയിട്ട് കുറച്ച് വർഷങ്ങളായി. അക്ഷരാർത്ഥത്തിൽ നമുക്ക് അവിടെ സിലബസിൽ ചേഞ്ച് ഒന്നും NTA തന്നിട്ടില്ലെങ്കിൽ പോലും നമ്മളുടെ ഓരോ എക്സാമിന്റെയും പോക്ക് നമ്മൾ നോക്കുന്ന സമയത്ത്, അനലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു സിലബസിന്റെ ഒരു ചേഞ്ച് തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് NTA തന്നിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് നമ്മൾ പഠിച്ചത് കൊണ്ട് ഒരിക്കലും എക്സാമിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ഏരിയാസ് നമുക്ക് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. നിങ്ങൾക്ക് ഒരുപാട് അറിവ് കിട്ടുന്നുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. ബട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ മോസ്റ്റ് റെലവെന്റ് ആയിട്ടുള്ള ഏരിയാസ് ചിലപ്പോൾ മിസ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. ഞാൻ പറയുന്നത് സിലബസ് മാത്രം പഠിക്കുന്നതിലൂടെയുള്ള ഒരു കേസാണ് കേട്ടോ. അതായത് MCGയിലെ 10 മൊഡ്യൂൾ പറഞ്ഞ എല്ലാ ടോപ്പിക്സും ഒരു ഭാഗം പോലും വിടാണ്ട് നിങ്ങൾ പഠിച്ചു. പേപ്പർ 1ലും നിങ്ങൾ അതുപോലെ പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഈ ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സിലബസിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് ഇറലവെന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുണ്ടാവും, അതിലുണ്ടാവും ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ പറയാ, ഹിസ്റ്ററി ഓഫ് പ്രിന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ബ്രോഡ്കാസ്റ്റ് മീഡിയ ഉണ്ടാവും. എന്നാൽ ഇതിനെക്കാട്ടും ഒക്കെ അപ്പുറത്തേക്ക് നമ്മളോട് സിലബസിൽ പറഞ്ഞിട്ടില്ലാത്ത എന്നാൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരുപാട് ഏരിയാസ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും ഈ ഒരു സിലബസിനെ മാറ്റി എഴുതാൻ പോവുകയാണെങ്കിൽ NTA നമുക്ക് തന്നിട്ടുള്ള സിലബസിലെ പല ടോപ്പിക്കുകളും എന്തുണ്ടാവില്ല, ഇവിടെ ഉണ്ടാവില്ല. കാരണം നമ്മൾ എന്താ പഠിക്കുന്നത്, ക്വസ്റ്റ്യൻസിന്റെ ട്രെൻഡ് മനസ്സിലാക്കി, അതായത് ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എക്സാമിൽ വന്നിട്ടുണ്ട്. സിലബസിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരുപാട് പുതിയ ഏരിയാസ് NTA എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ആ എക്സ്പ്ലോർ ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയാണ്, അതിന്റെ സോഴ്സുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ കംപ്ലീറ്റ് സിലബസിനെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഈ മാറ്റുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലുള്ള പല ടോപ്പിക്സുകളും ഇല്ലാണ്ടാവുകയും ചെയ്യും. അപ്പൊ എന്താണ്, ഈ ഒരു സിലബസിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചു വീണ്ടും പഠിച്ചാലും ഇത് ക്വാളിഫൈ ചെയ്യാന്നുള്ളത് വളരെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടാസ്ക് ആയിരിക്കും. ഞാൻ പറഞ്ഞത് ആ ഒരു റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗിന്റെ മൊഡ്യൂളിന്റെ എക്സാമ്പിൾസ് മാത്രമാണ്. അങ്ങനെ ഓരോ മൊഡ്യൂളും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഫോർ ഡെവലപ്മെന്റ് ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഉണ്ട്. അതിൽ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. അതിൽ താഴെ സോഷ്യൽ റിഫോമേഴ്സ് ഉണ്ട്. അപ്പൊ ആ സോഷ്യൽ റിഫോമേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു 3-4 ടേമിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരു വലിയൊരു മൊഡ്യൂളിൽ ചെറിയൊരു ഏരിയ, അതിൽ നിന്ന് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ഒരു 8 മാർക്ക് അവിടെ കിട്ടും. പക്ഷെ ലാസ്റ്റ് ടേമിൽ അതിൽ നിന്ന് ആകെ ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, പക്ഷെ അതിലൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ സിലബസ് എന്ന് പറഞ്ഞ ഒരു സംഗതി അവർ ക്രിയേറ്റ് ചെയ്ത് തന്നതുകൊണ്ട് നമ്മൾ അവിടെ വെക്കുകയും, കാരണം എല്ലാ എക്സാം എഴുതുന്നതിന് മുമ്പും എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മളൊരു ഫ്രെയിം ഉണ്ടാക്കണമല്ലോ, അതിനുവേണ്ടി നമ്മൾ സിലബസ് നോക്കുക. ബട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്താണ് നമ്മളുടേതായ രീതിയിൽ പുതിയ പാറ്റേൺ അനുസരിച്ചിട്ട് പുതിയ ചേഞ്ചുകൾ വെച്ച് ഒരു 5 ടേമിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം നിരത്തി വെച്ചിട്ട് ഈ ഒരു സിലബസിൽ ഇത്രയും ടോപ്പിക്സ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ്, വാസ്തവത്തിൽ സിലബസിൽ ഒരു ചേഞ്ചും വന്നിട്ടുമില്ല. അപ്പൊ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും നോക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ടേമിൽ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ലാസ്റ്റ് എക്സാം അറ്റംപ്റ്റ് ചെയ്തു പക്ഷെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളത്. അത് ഈ ഒരു അപ്രോച്ചിന്റെയും കൂടെ ഒരു പ്രശ്നമാണ്. കാരണം നമ്മൾ അത്രയും ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ച് JRF ഒക്കെ ഒറ്റൊരു ക്വസ്റ്റ്യനൊക്കെ JRF മിസ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ എന്താണ് ആ ഒരു സമയത്ത് നമ്മളുടെ പ്രസൻസ് ഓഫ് മൈൻഡ് അടക്കം എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ നമ്മൾ എക്സാം ഹാളിൽ കൂൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതും എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ സിലബസ് ആണല്ലോ. ആ സിലബസിൽ തന്നെ നമ്മൾ ഒന്ന് നല്ലോണം ഇരിക്കാനുണ്ട്. ജസ്റ്റ് NTA തന്ന സിലബസ് വെച്ച് പഠിക്കുക എന്നുള്ളത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ചുരുക്കത്തിൽ ഞാൻ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും, അതാണല്ലോ. ഇപ്പൊ നിങ്ങൾ ക്വാളിഫൈ ചെയ്തില്ല എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ലാസ്റ്റ് ടൈമിൽ എന്തോ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണല്ലോ നിങ്ങൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റാതിരുന്നിട്ടുണ്ടാവുക. ആ മിസ്റ്റേക്സ് എന്താണെന്ന് റിയലൈസ് ചെയ്യുക, അത് കംപ്ലീറ്റ് ആ ഹാബിറ്റുകൾ മൊത്തം മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്, പുതിയ രീതി കൊണ്ടുവരാം. അപ്പൊ നമുക്ക് എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത്, അറ്റ്ലീസ്റ്റ് സ്കോർ ഇംപ്രൂവ് ആയോ എന്നുള്ളതെങ്കിലും
നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, ഞാൻ പറഞ്ഞു ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു എക്സാം ആണ്, ടോപ്പ് 1% മാത്രമാണ് GRF കിട്ടുള്ളൂ. പക്ഷെ നമ്മളെ ലക്ഷ്യം ഒരിക്കലും നെറ്റിലേക്ക് ആവാൻ പാടില്ല. അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ GRF എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് നമ്മൾ എയിം ചെയ്യുമ്പോഴും ആ ഒരു 1%ൽ എനിക്ക് എത്താൻ പറ്റും, ആരൊക്കെയോ അവിടെ എത്തുന്നുണ്ടല്ലോ, അപ്പൊ അതെന്തുകൊണ്ട് നമ്മൾ ആയിക്കൂടാ എന്നുള്ള ഒരു തോട്ടിൽ തന്നെ നിങ്ങൾ പഠിക്കുക. കാരണം ഞാൻ ഓരോ എന്താ പറയാ, ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത് പറയുമ്പോൾ കൺസിസ്റ്റൻസി, ഇതിന്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് കറക്റ്റ് ആയിട്ട് പറയും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ എന്താണ് നെറ്റിൽ എയിം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാര്യമില്ല എന്ന് തന്നെ വിചാരിക്കുക. ഗവൺമെന്റിന്റെ ഫെലോഷിപ്പ് കൂടിയിട്ട് തന്നെ റിസർച്ച് ചെയ്യണമെങ്കിൽ എന്റെ എയിം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, JRF തന്നെ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു JRFന് വേണ്ടിയിട്ട് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് ഉദ്ദേശിക്കുന്നത് പേപ്പർ 1ഉം പേപ്പർ 2ഉം ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ 10 മൊഡ്യൂൾ രണ്ടിലും ഉണ്ട്. ടോട്ടൽ നമുക്ക് 20 മൊഡ്യൂൾ നമ്മളെ മുമ്പിലുണ്ട്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ പേപ്പർ 1ൽ 50 ക്വസ്റ്റ്യൻസ് ചോദിക്കും, പേപ്പർ 2ലാണെങ്കിൽ 100 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആൻഡ് പേപ്പർ 1ന്റെ ഒരു കേസിലാണെങ്കിൽ കറക്റ്റ് വെയിറ്റേജ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഡേറ്റ ഇന്റർപ്രിട്ടേഷനിൽ കറക്റ്റ് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റിൽ 5 ചോദിക്കും, അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ പേപ്പർ 2ൽ ഒരിക്കലും 10 മൊഡ്യൂളിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. അവിടെ നമ്മൾ ഈക്വൽ ആയിട്ടെല്ലാം ഒരുപോലെ പഠിക്കുക. ആൻഡ് അവിടെ തന്നെ ഓരോ ടേമിലും ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ലാസ്റ്റ് ടേമിൽ എക്സാം നിങ്ങൾക്ക് ഇപ്പോഴും മറക്കാൻ പറ്റാത്ത ഒരു സംഗതിയായിരിക്കും, ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റി മാറ്റി പോകുമ്പോഴും സ്ക്രിപ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ എന്താണ് നമ്മളുടെ ആ ഒരു മീഡിയ മാനേജ്മെന്റ്, മീഡിയ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് അവരെന്താ ലാസ്റ്റ് ടേമിൽ കൂടുതൽ ചോദിച്ചു. അതുകൊണ്ട് അടുത്ത ടേമിൽ പ്രൊഡക്ഷൻ തന്നെ കൂടുതൽ ചോദിക്കും നമുക്ക് ഒരിക്കലും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ചിലപ്പോൾ അടുത്ത ടേമിൽ എന്താണ്, അതിന് മുന്നത്തെ 2 ടേമിൽ കൂടുതൽ ചോദിച്ചത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഉണ്ടല്ലോ, ഇൻട്രൊഡക്ഷൻ ടു ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, അതിൽ നിന്നാണ് കൂടുതൽ ചോദിച്ചത്. അപ്പൊ ഇനി അടുത്തൊരു ടേമിൽ ചിലപ്പോൾ അത് തിരിച്ചു വരാം, അല്ലെങ്കിൽ ഈ ചെറിയ മൊഡ്യൂൾ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് കൂടുതൽ ചോദിക്കാം. അപ്പൊ എവിടുന്ന് വേണം PR എന്ന് ചോദിക്കാം. PR ഒരു ടേമിൽ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്ത ഒരു മൊഡ്യൂൾ പിന്നീട് അത് കയറി വരുമ്പോൾ ഒരു 6ഉം 7ഉം ക്വസ്റ്റ്യൻസ് PR എന്ന് ചോദിക്കുകയാണ്. അപ്പം ഏത് രീതിയിലും അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് അതെല്ലാ ടേമിലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതൊരിക്കലും നമുക്ക് പ്രഡിക്ട് ചെയ്ത് ഇന്നത്തെ പഠിക്കണം എന്ന് പറയാനൊന്നും പറ്റൂല. ബട്ട് എന്താണ്, നമ്മുടെ അപ്രോച്ച് എപ്പോഴും ബാലൻസ്ഡ് ആവാം. ഞാൻ പേപ്പർ 2 കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് പേപ്പർ 1 പഠിക്കാന്ന് വിചാരിക്കരുത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്താണ് പേപ്പർ 2ഉം പേപ്പർ 1ഉം പാരലൽ ആയിട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ വെച്ചിട്ട് തന്നെ പഠിക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ പേപ്പർ 2 PGയിലും ഡിഗ്രിയിലും ഒക്കെ പഠിച്ചവരുണ്ടെങ്കിൽ ഡിഗ്രി PG ഒക്കെ പഠിച്ച സംഗതി തന്നെയാണല്ലോ. അപ്പൊ അധികം നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലെ പേപ്പർ 1ൽ മാത്രം ഫോക്കസ് കൊടുക്കാന്ന് വിചാരിക്കുന്നവരുണ്ടാവും. അങ്ങനെയുള്ള യാതൊരു എന്താ പറയാ തെറ്റായിട്ടുള്ള അപ്രോച്ച് നിങ്ങൾ നടത്താതിരിക്കുക. രണ്ടും ഒരുപോലെ പഠിക്കുക. എന്ന് പേപ്പർ 1 ഒരു 2 hours പഠിച്ചിട്ടുണ്ടെങ്കിൽ പേപ്പർ 2ഉം നിങ്ങൾ 2 hours എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. 1 hour വെച്ചിട്ടാണെങ്കിൽ രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരുമിച്ച് തന്നെ പഠിച്ചു പോവാന്നുള്ളതാണ് കേട്ടോ. ദെൻ ഞാൻ ഇടക്കിടക്ക് കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും, കാരണം ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ഈസ് ഈക്വൽ ടു കൺസിസ്റ്റൻസി എന്നുള്ളതാണ്. നമ്മുടെ തന്നെ പല JR ഫോൾഡേഴ്സും പല ടൈമിൽ അവരുടെ ടെസ്റ്റിമോണിയൽസ് ഓരോ ടേമിലും എടുക്കുന്ന സമയത്തും അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് അവർ പറയുന്ന കാര്യം, JRF കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബുജികളാവണം എന്നൊന്നുമില്ല, അതായത് ഒരുപാട് പഠിക്കുന്നവരാവണമെന്നൊന്നുമില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് ഇടാൻ വേണ്ടി റെഡിയാണ്, JRF നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഒരു ദിവസം എല്ലാ ദിവസവും പഠിക്കുക, എല്ലാ ദിവസവും 10 മണിക്കൂർ പഠിക്കുക എന്നുള്ളതൊന്നും ഒരിക്കലും ഈ ഒരു കൺസിസ്റ്റൻസി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതായത് നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുക, അത്രേ ഉള്ളൂ. കുറച്ച് പേരൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് JRF ഹോൾഡേഴ്സ് തന്നെ, അതായത് ഒരു ദിവസം പഠിച്ചില്ലെങ്കിൽ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ടെൻഷൻ വരുന്നുള്ളത്, ആ ഒരു ടെൻഷൻ നിങ്ങൾക്കും ഉണ്ടാവണം. കാരണം ഡെയിലി പഠിക്കുന്ന ഒരാളാവുക, അത് 1 മണിക്കൂർ ആണെങ്കിലും ആ 1 മണിക്കൂർ എല്ലാ ദിവസവും എഫേർട്ട് ഇടാൻ വേണ്ടി തയ്യാറാവാം. ഇനി 2-3 ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ തീരെ പറ്റാത്തൊരു സാഹചര്യം ആണെങ്കിൽ പോലും നിങ്ങൾ ഫോണിൽ കളിക്കുന്ന ഒരു ടൈമെങ്കിലും എന്ത് ചെയ്യുക, ഒരു 2 തിയറി വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു എന്നുള്ള ഒരു സംഗതി അവിടെ വന്നു. അപ്പൊ ഒരു കൺസിസ്റ്റൻസി ബ്രേക്ക് ആവുന്ന ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ഗ്യാപ്പുകൾ അവിടെ വരുന്നുണ്ട്. തിരിച്ച് ട്രാക്കിലേക്ക് കയറുക എന്നുള്ളത് കുറച്ച് ടാസ്ക് ആയിരിക്കും. സോ നിങ്ങൾ എല്ലാ ദിവസവും പഠിക്കുന്ന ഒരു ടൈം അത് ഫിക്സ്ഡ് ആയിട്ട് എന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിലബസിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരാൾക്ക് ഇത് ക്വാളിഫൈ ചെയ്യാന്നുള്ളത് ഇനി അങ്ങോട്ടേക്ക് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ സിലബസ് പ്ലസ് PYQ. ഈ PYQ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അറിയാമെന്ന് വിചാരിക്കുന്നു. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ നമ്മളുടെ സിലബസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. സിലബസിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് അല്ല,
ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് സിലബസ് ആണ് വരുന്നത്. സോ ഇതാണ് നമ്മുടെ മാപ്പ് ടു സക്സസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ സിലബസ് മാത്രം പഠിച്ചു ഇനിയിപ്പോ എനിക്ക് എന്താ കിട്ടുന്നതിന് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടില്ല. അപ്പൊ സിലബസും PYക്കും ഇത് കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് JRFലേക്ക് തന്നെ എത്താൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾക്ക് പഠിക്കുന്ന ഒരു സമയത്തൊക്കെ ഫീൽ ചെയ്യുന്ന കാര്യം ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇനി എങ്ങനെയാ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കുക, എനിക്കൊന്നും അറിയില്ലല്ലോ, അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അപ്പൊ എല്ലാം പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം, ഇങ്ങനൊന്നും ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ഇപ്പൊ നമുക്ക് ഐഫറിന്റെ തന്നെ ബുക്ക് അവൈലബിൾ ആണ്. ഐഫറിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ബുക്സ് കിട്ടും. MCJ ബുക്ക് എന്നുള്ള രീതിയിൽ ഫ്രീ മെറ്റീരിയൽ ആണ്, നിങ്ങൾ ഇത് സെർച്ച് ചെയ്താൽ മതി, പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ബുക്ക് എടുക്കുക, എന്നിട്ട് ഓരോ ടേമിലെ ക്വസ്റ്റ്യൻ, അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടേമിലെ ക്വസ്റ്റ്യൻ എടുക്കുക, 100 ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സെൻസ് ജസ്റ്റ് ആൻസർ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് നോക്കുക. ചിലപ്പോൾ 10-20 മാർക്ക് നിങ്ങൾക്ക് 100 കിട്ടുന്നുണ്ടാവും. ഐ മീൻ 10-20 ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ എന്ത് ചെയ്യാം, പിന്നെ അതിന്റെ ഒരു അനാലിസിസിൽ ഇരിക്കുക. ഇതിന്റെ ആൻസർ ഇന്നതാണ്, ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആൻസർ വന്നു. ഒരുപാട് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഉണ്ടല്ലേ. അപ്പൊ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്ത് പഠിക്കാം. ഇപ്പം ഐഫറിന്റെ ആപ്പിൽ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആവുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതുകൂടാതെ കാറ്റഗറൈസ്ഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. അതായത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന്റെ ആൻസർ ടേം വൈസ് നമുക്ക് ഉണ്ടാവും, ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കാറ്റഗറൈസ്ഡ് ഉണ്ടാവും. അതായത് ഈ ഡിസംബർ 2024 ടേം കഴിഞ്ഞല്ലോ, ആ ടേമിൽ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ലിസ്റ്റ് ചെയ്യും, സെക്കൻഡ് മൊഡ്യൂളിൽ നിന്ന് വന്നത് ലിസ്റ്റ് ചെയ്യും, തേർഡ് മൊഡ്യൂളിൽ നിന്ന് വന്ന ലിസ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള നമുക്ക് ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ മൊഡ്യൂളിൽ ഞാൻ എക്സ്പേർട്ട് ആണോ, സ്ട്രോങ് ആണോ, വീക്ക് ആണോ എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ ഓരോ ടേമിലും ഓരോ മൊഡ്യൂളിലും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു അനാലിസിസും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതെന്താണ്, അടുത്തൊരു ടേമിലേക്ക് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത്തവണ റിപ്പോർട്ടിങ്ങിന്റെ എടുത്തിരിക്കുന്ന 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ആ 3 ഏരിയാസ് ഇതൊക്കെയാണ്. ഈ ഏരിയാസ് എന്ന സിലബസിൽ പറയുന്നില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഏരിയാസിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത ബുക്ക് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസർ കീ ആണ് ആ ബുക്കിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ ഐഫറിന്റെ വെബ്സൈറ്റിൽ പോവുക, അവിടെ വാട്ട് ഈസ് ഫ്രീ എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടാവും. അപ്പൊ ബുക്ക് എന്ന് കാണാൻ പറ്റും. ബുക്കിൽ ഡിഫറെന്റ് സബ്ജക്ട്സുകൾ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, MCJയുടെ ആപ്പിലല്ല കേട്ടോ, വെബ്സൈറ്റിൽ ഞാൻ അതിന്റെ ലിങ്ക് ഗ്രൂപ്പിൽ തരാൻ പറയാം. നിങ്ങൾ വെബിനാറിന്റെ ഗ്രൂപ്പിൽ ഉണ്ടല്ലോ അല്ലെ, അൾട്ടിമേറ്റ് വെബിനാർ എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു വെബിനാറിന്റെ ഗ്രൂപ്പിലില്ലേ, അതിൽ തരാൻ വേണ്ടിട്ട് പറയാം, ലിങ്ക് തരാൻ പറയാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ അതിൽ നിന്ന് ഓരോ ടേമിലെയും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത്, ആപ്പിൽ ഞാൻ പറഞ്ഞത് ക്വസ്റ്റ്യൻസിന്റെ കാറ്റഗറീസ് തന്നെയുണ്ട്, അതിൽ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല, നമുക്ക് എന്താ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ കീ മാത്രമാണ്. ഇപ്പൊ ഒന്നാമത്തെ ആൻസർ ഓപ്ഷൻ A ആണെങ്കിൽ 1A 2B ആ രീതിയിലായിരിക്കും നമുക്ക് അത് അവൈലബിൾ ആവുക. ലിങ്ക് ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാം. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ JRF ഹോൾഡേഴ്സിന്റെ ടെസ്റ്റിമോണിയൽസ് ഒക്കെ ഐഫറിന്റെ ചാനലിൽ ഒരുപാടുണ്ട്, പാനൽ ഡിസ്കഷൻ ഉണ്ട്. ഇതൊക്കെ കാണും, നിങ്ങൾക്ക് മോട്ടിവേറ്റഡ് ആകാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കാണാം കേട്ടോ. ഇതൊക്കെ കാണുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, MCJയിൽ തന്നെ JRF ഹോൾഡർ ആയിട്ടുള്ള, ലാസ്റ്റ് ടേമിന് മുന്നത്തെ ടേമിൽ JRF ഹോൾഡർ ആയിട്ടുള്ള ആരതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് 10,000-ലധികം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, കൃത്യമായിട്ട് നോട്ട് എഴുതി എടുക്കുന്നു, എല്ലാം പഠിക്കുന്നു, എന്നിട്ട് പോയി എക്സാം എഴുതി കഴിഞ്ഞാൽ എത്രയോ നല്ല മാർക്കിനാണ്, അതായത് 230 ഒക്കെ പ്ലസ് മാർക്കിനാണ്, 220 പ്ലസ് മാർക്കിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ എയിം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ ടൈം ടേബിൾ എന്ന് പറയുന്നത്, ഇവിടെ റിയലിസ്റ്റിക് ടൈം ടേബിൾ എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മൾ വെറുതെ ഒരു രസത്തിന് നമുക്ക് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിടാൻ പറ്റും. എനിക്ക് വേണമെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റും. അതായത് ഇവിടെ 10 മൊഡ്യൂൾ, ഇവിടെ 10 മൊഡ്യൂൾ, ഞാൻ ഒരു ദിവസം 2 മണിക്കൂർ പേപ്പർ 1 പഠിക്കുന്നു, 2 മണിക്കൂർ പേപ്പർ 2 പഠിക്കുന്നു. ഇതുപോലെ ഞാനൊരു സംഗതി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ടൈം ടേബിൾ ആവും. പക്ഷേ നമ്മൾ അതല്ല ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിലബസ് പഠിക്കാൻ നമ്മളെല്ലാം കൂടെ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ കൂടെ ഐഫറിൽ ഇപ്പൊ സ്റ്റഡി പ്ലാൻ ഒക്കെ അങ്ങനെയാണ് കൊടുക്കുന്നത്. അതായത് സിലബസ് പഠിക്കുക എന്നുള്ളത് പഠിക്കണം, അതൊരു കാര്യമാണ്. അതിന്റെ കൂടെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഗാ മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാൻ, ഡെയിലി ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാൻ, ഡെയിലി 10 ക്വസ്റ്റ്യൻസ് ഐഫറിൽ ആപ്പിൽ അവൈലബിൾ ആണ്. ഏത് കോഴ്സ് എടുത്തവരും എന്താണ് ഡെയിലി 10 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. ഈ ഒരു ഡെയിലി ടെസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, 10 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അത് പേപ്പർ 1 പേപ്പർ 2 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ അവിടെ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മെത്തേഡ് ആണ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുക. അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. ഡെയിലി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടുന്ന സമയത്ത് നമ്മളത് നോക്കും, ആ 10 ക്വസ്റ്റ്യൻസ് പഠിക്കും. 10 പേപ്പർ 1 കൂടി 20 ക്വസ്റ്റ്യൻസ് നോക്കും.
ഇതിന്റെ ഒക്കെ ആൻസർ എന്താണെന്നുള്ളത് നോക്കും. നമുക്ക് ജസ്റ്റ് വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് ഇതിന്റെ ഒക്കെ ആൻസർ കിട്ടും. നിങ്ങൾക്ക് വാട്സാപ്പിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു മെറ്റ AI എന്ന് പറഞ്ഞ ഫീച്ചർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ടുള്ള ഡൗട്ടുകളൊക്കെ അത് ക്ലിയർ ചെയ്ത് തരും. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്തുകൊണ്ട് അത് വന്നില്ല, ഇതിന്റെ ഒക്കെ ആൻസർ അവർ തരും. കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല, ബട്ട് കുറെയൊക്കെ ഒരു വിധമൊക്കെ നമുക്ക് എന്ത് കിട്ടും എന്നുള്ളതാണ്. അതിന്റെ ഒക്കെ ആൻസർ ഇതിൽ കിട്ടും. അപ്പം എന്താണ് നമ്മളുടെ ഒരു എഫേർട്ട് എന്നുള്ളത് ആലോചിക്കുക. വളരെ ചെറിയൊരു എഫേർട്ട് മാത്രമേ വേണ്ടൂ. ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, അതിൽ ഈ പറഞ്ഞ ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ടൈമും, അതുപോലെ തന്നെ നമ്മളുടെ റിവിഷന്റെ ഒരു ടൈം. റിവിഷനും വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നോട്ടൊന്നും എഴുതാണ്ട് ഇത് പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു ടാസ്ക് ആയിരിക്കും. എപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ്. അപ്പൊ നമുക്ക് ആദ്യം നിങ്ങൾക്ക് തോന്നാം ഇതൊക്കെ സിമ്പിൾ ആണല്ലോ, ഇതൊക്കെ ഞാൻ പഠിച്ചല്ലോ, ഈ ഒരു തിയറി അജണ്ട സെറ്റിംഗ്, ഇതാണ് തിയറി. ആൻഡ് അജണ്ട സെറ്റിംഗ് തിയറി നിങ്ങൾ പഠിച്ച് ലാസ്റ്റ് റിസർച്ചിൽ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ചിലപ്പോൾ അജണ്ട സെറ്റിംഗ് തിയറി എന്താണെന്ന് മറന്നിട്ടുണ്ടാവും. ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു എക്സാമിന് വേണ്ട പോയിന്റ്സ് നിങ്ങൾ മറന്നിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ മെമ്മറൈസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മളൊന്ന് വീക്ക്ലി റിവൈസ് ചെയ്യാം. വീക്ക്ലി വായിച്ചു നോക്കുക, ഒരുപാട് കാര്യങ്ങൾ എഴുതി വെക്കുക, ദെൻ സ്റ്റിക് നോട്ട്സ് കീപ്പ് ചെയ്യുക. വീട്ടിലെ ചുമരിൽ ഒട്ടിക്കുമ്പോൾ ചീത്ത കിട്ടുന്നവരാണെങ്കിൽ നിങ്ങൾ സ്റ്റിക് നോട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. ദെൻ എന്താണ് നിങ്ങൾ ചെറിയ രീതിയിൽ നോട്ട് കേട്ടോ. യെസ്, നിങ്ങളുടെ ടേബിളിലൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പോ മാക്സിമം നമ്മൾ എന്താണ് മെമ്മറൈസ് ചെയ്യാനുള്ള ട്രിക്കും സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാക്കാം. ലാസ്റ്റ് റിവിഷന്റെ സമയം വന്നിട്ട് അയ്യോ എനിക്കൊന്നും ഓർമ്മയില്ല, എനിക്ക് ഭയങ്കര വിഷമാവുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കുന്നതിന്റെ കൂടെ അത് മെമ്മറൈസ് ചെയ്യാനുള്ളതും കൂടെ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ്. ഇനി വളരെ കോമൺ ആയിട്ടുള്ള നമ്മൾ ഫെയിലിയർ എന്നുള്ളതല്ല, ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള കുറച്ച് റീസൺസ് ഞാൻ പറഞ്ഞുതരാം. വളരെ കോമൺ ആയിട്ടുള്ളതാണ് കേട്ടോ. ഒന്ന്, ഈ പറഞ്ഞ പോലെ സിലബസ് ഫാക്ടർ. സിലബസ് കവർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ സിലബസ് മനസ്സിലാക്കാതിരിക്കുക, സിലബസ് ഫെമിലിയർ അല്ലാതിരിക്കുക, അതിലുള്ള ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കാതിരിക്കുക. ഇതാണ് സിലബസ് ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത നമ്മൾ ഇത്രയും നേരം പോസിറ്റീവായിട്ട് പറഞ്ഞ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു, അത് കീപ്പ് ചെയ്യാതിരിക്കുക, ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കുക. ദെൻ സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി എല്ലാവർക്കും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇല്ലാത്തവര് ഇത് എനിക്കില്ലല്ലോ എന്നുള്ള സ്ട്രെസ് ഉണ്ടാക്കിയെടുക്കേണ്ട. അതായത് കോമ്പറ്റീറ്റീവ് എക്സാം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെ ഇത്രയും പേര് കോച്ചിങ് എടുക്കുന്നു, അല്ലെ ഇത്രയും പേര് ഇങ്ങനെ പഠിക്കുന്നു, ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ മുഴുവനുള്ള MCG കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നുണ്ടാവില്ലേ, ഞാനിവിടെ റീല് കാണുകയാണല്ലോ, അങ്ങനത്തെ ഒരുപാട് ടെൻഷൻസ് മേ ബി നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഒരു നിർബന്ധമില്ല. ബട്ട് അത്തരത്തിലുള്ള സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു എക്സാമിന് ക്വാളിഫൈ ചെയ്യാതിരിക്കാനുള്ള ഒരു റീസൺ ആവും. ദെൻ നേരത്തെ പറഞ്ഞ ടൈം മാനേജ്മെന്റ്. ഇപ്പൊ ഒരാൾ പറഞ്ഞു DI ചെയ്യുമ്പോൾ ഒരുപാട് ടൈം പോയി എന്നുള്ളത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് പറഞ്ഞ പോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരൊക്കെ കമന്റ് ചെയ്യുന്നുണ്ട്, കിൻഡർ ഗാർഡൻ ലെവലിലാണ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചത്, പക്ഷെ ബാക്കിയൊക്കെ അതിന് മാത്രം ടഫായിട്ട് ചോദിച്ചിരുന്നു, അത് വേറെ കാര്യം. പക്ഷെ ഈസി എന്താ പറയുക, ഈസി ആയിട്ടുള്ള ആ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ DI ഒരു കാരണമായിട്ട് ഉണ്ടാവാം. അവിടെ ടൈം മാനേജ്മെന്റിന്റെ ഇഷ്യൂ ഉണ്ടാവും. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഇഷ്യൂ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിലൊന്ന് നമ്മൾ DIനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ള എല്ലാ മെത്തേഡ്സും പഠിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. നൈഫറിലാണെങ്കിൽ അനീസർ ആണ് ഈ ഒരു DIന്റെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ മുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ലൈക്ക് കുട്ടികളുടെ അമ്മമാര് പോലെ ഇങ്ങനെയാണ് കണക്കൊക്കെ പഠിപ്പിക്കുന്നെങ്കിൽ ഇനി നമുക്ക് ഈസി ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് ആ ഒരു എങ്ങനെയാണ് നമുക്ക് പറയാറില്ലേ, മാത്സ് എനിക്ക് ഇഷ്ടമല്ലാത്തത് എന്നെ പഠിപ്പിച്ച മാത്സ് സാറിനെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണെന്ന് പറയും. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങിയ DI വളരെ സിമ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ പ്രാക്ടീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞ ബുക്ക് ആണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെങ്കിൽ അതിൽ ഒരുപാട് പേപ്പർ 1ൻ്റെതും അവൈലബിൾ ആണ് കേട്ടോ. MCGയുടെ മാത്രമല്ല, പേപ്പർ 1 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ലാസ്റ്റ് ടേമിലെ മാത്രം 21 ഷിഫ്റ്റുകളിൽ എക്സാം നടന്നു. ഈ 21 ഷിഫ്റ്റുകളിലും ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ ടോട്ടൽ ഒരു ടേമിൽ ഇത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ദാറ്റ് ഈസ് 21 into 5 ക്വസ്റ്റ്യൻസ് ഒരു ടേമിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതായത് ഡിസംബർ 2024 ടേമിൽ മാത്രം. അപ്പൊ ഡെയിലി നിങ്ങൾ ഒരു ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ലൈക്ക് ഒന്നെന്ന് ഉദ്ദേശിക്കുന്നത് സെറ്റ് ഓഫ് 5 ക്വസ്റ്റ്യൻസ്, അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അതിന്റെ ഇക്വേഷൻ അന്വേഷിച്ച് പോയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടൈം മാനേജ്മെന്റും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു ഏരിയ ഈസി ആക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടന്റ് ഇടക്കിടക്ക് ഞാൻ പറയുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഇങ്ങനെ വരുന്നൊന്നുമില്ല കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ലാസ്റ്റ് 2 ടേമിൽ സെയിം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, 24 ഫ്രെയിംസ് പെർ സെക്കൻഡിന്റെ ഒരു ക്വസ്റ്റ്യൻ.
അതിൽ താഴെ ആയി കഴിഞ്ഞാൽ ഇത് കൂടോ, നമ്മളുടെ ഈ ഒരു പിക്ചർ മൂവ് ചെയ്യുന്നതിന്റെ റേറ്റ് കൂടോ കുറയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ക്വസ്റ്റ്യൻ ലാസ്റ്റ് ടേമിലും ഈ ടേമിലും ചോദിച്ചിട്ടുണ്ട്. അതെപ്പോഴും നടക്കണം എന്നില്ല കേട്ടോ. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് അറിയില്ല. സെയിം ചോദിക്കുന്നത് കൊണ്ടല്ല, ചോദിക്കുന്ന ഏരിയാസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ദെൻ അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇൻആഡിക്വേറ്റ് റിസോഴ്സ് യൂട്ടിലൈസേഷൻ. ഇതൊക്കെയാണ് കോമൺ റീസൺസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇഗ്നോർഡ് മെറ്റീരിയൽസ് ഉണ്ട്. അതല്ലാത്ത ഒരുപാട് നമ്മൾ ഡിഗ്രിയിലും പി ജിയിലും ഒക്കെ പഠിച്ച മെറ്റീരിയൽസും ബുക്സും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ഇതൊക്കെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ബുക്സ് മുന്നിൽ വെച്ചിട്ട് എവിടുന്ന് പഠിക്കണം എന്ത് പഠിക്കണം എന്നുള്ളൊരു ഐഡിയ ഇല്ല. ഒരു ഭാഗത്ത് ബുക്ക് നോക്കുന്നു, ഒരു ഭാഗത്ത് യൂട്യൂബ് ചാനൽ കാണുന്നു. അങ്ങനെ ഒരുപാട് റിസോഴ്സസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ക്വാളിഫൈ ചെയ്യാൻ പറ്റാതിരിക്കുക. ഇത് വളരെ കോമൺ ആയിട്ടുള്ള റീസൺസ് ആണ്. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ റീസൺസ് ഒക്കെ ഇപ്പം സിലബസ് ഫാക്ടർ, സിലബസ് ഫെമിലർ ആവുക, സിലബസിൽ വന്നിട്ടുള്ള ചേഞ്ചസ് നോട്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റിയാൽ അങ്ങനെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇത് ഈസിയാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക, സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുക, ടൈം മാനേജ്മെന്റിന് വേണ്ടി ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഫെമിലിയർ ആവുക, അതുപോലെ തന്നെ റിസോഴ്സുകൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതിന്റെ കറക്റ്റ് പ്ലാൻ ഉണ്ടാക്കാം. ഇനി ഞാൻ ജസ്റ്റ് ഐഫർ എങ്ങനെയാണ് ഈ പറഞ്ഞിട്ടുള്ള ചാലഞ്ചസ് ഒക്കെ ഞാൻ പറഞ്ഞു. ഒരു ടേമിൽ 62 GR ഹോൾഡേഴ്സ്, 559 നെറ്റ് ഹോൾഡേഴ്സ്, 1416 PhD എലിജിബിലിറ്റി കിട്ടിയ സ്റ്റുഡൻസ്. എങ്ങനെ ഇവർക്കൊക്കെ ഇത് കിട്ടി എന്നുള്ളത് ജസ്റ്റ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ആഗ്രഹമുള്ളത് കൊണ്ട് പറയാണ്. ലൈക്ക് ഈ പറഞ്ഞ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സുകളൊക്കെ ഐഫ്രീച്ച് എങ്ങനെയാണ് ഓവർകം ചെയ്തിട്ടുള്ളത്, ഇതാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. അതിൽ നമുക്ക് യുണീക്ക് ആയിട്ടുള്ള ഒരുപാട് അപ്രോച്ചുകൾ ഉണ്ട്. കാരണം ഓരോ ടേമിലും എന്ത് സ്റ്റുഡൻസിന് പുതുതായിട്ട് കൊടുക്കാമെന്നുള്ളതിന്റെ അന്വേഷണം ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഐഫർ ഇങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എജൂറിയൽ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുകയാണ് എജൂറിയൽ എന്ന് പറഞ്ഞൊരു ഫീച്ചർ. നമ്മളിപ്പോ ഐഫർ ആപ്പിൽ കോഴ്സ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് പേപ്പർ 1 1000-ലധികം എജൂറിയൽസ് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഓരോ കൺസെപ്റ്റുകളും, പേപ്പർ 1 എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന പലരും ഉണ്ടാവും. കാരണം പേപ്പർ 2 ഡിഗ്രിയിൽ പഠിച്ചു, പി ജിയിൽ പഠിച്ചു, ഇതിലൊന്നും പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പേപ്പർ 1 നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഓരോ കൺസെപ്റ്റുകളും നമുക്കറിയാം. റീൽ എന്ന് പറയുമ്പോൾ ഒരു 59 സെക്കൻഡ്സ് മാക്സിമം 1 മിനിറ്റ് മാക്സിമം വരെ ആയിരിക്കും. അത്തരത്തിലുള്ള ചെറിയ ചെറിയ ക്രിസ്പ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു റീല് രൂപത്തിൽ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്ത് ഒരു റീല് കാണുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും. ഇപ്പൊ ഒരു മൊഡ്യൂൾ പഠിക്കണമെങ്കിൽ മാക്സിമം എന്താണ് ഒരു 10-15 മാക്സിമം ഒരു 30 റീല്, കുറച്ച് ലെങ്തി മൊഡ്യൂൾ ആണെങ്കിൽ ഒരു 30 റീൽ. ആ 30 റീൽ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന 30 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ കവർ ചെയ്യുന്നു. അതുപോലെ പേപ്പർ 1 ചെറിയ രീതിയിൽ, എല്ലാ മൊഡ്യൂളും ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ രീതിയിൽ എന്ത് ചെയ്യും, എജൂറിയിൽ ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ ആ ഒരു റീൽ റീൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് എന്താ പറയാ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണല്ലേ. ഇപ്പം പുതുതായിട്ട് നടക്കുന്ന ഒരുപാട് ഇൻസിഡൻസിനെ റീലിനെ കുറ്റം പറയുന്ന ഒരു അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പം ഈ ഒരു നമ്മളുടെ നാഷണൽ ലെവലിലുള്ള ഒരു എക്സാമിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ ഈ ഒരു എജൂറിയലിനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, വളരെ അടിപൊളിയായിട്ടുള്ള, കുട്ടികൾ നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചറാണ്. അപ്പൊ ആ ഒരു കാര്യം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോട്ടക് എംപെർഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ടെക്നോളജിന്റെ ഇമോഷൻ പലർക്കും ഉണ്ടാവുന്ന ഒരു കൺസേൺ ആയിരിക്കും. എങ്ങനെ ഒരു ഓൺലൈൻ കോച്ചിങ്ങിന് ഇത്രയും എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു, കുട്ടികൾ ഒരു സാറെ എന്തുകൊണ്ട് ഇത്ര ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ മെന്ററിനെ എന്തുകൊണ്ട് ഇത്ര ഇഷ്ടപ്പെടുന്നു, ഇതൊക്കെ നടക്കുമോ, ഞാൻ കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ പലർക്കും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കില്ലേ. അതായത് ഞാൻ കണ്ടു ചോദിക്കുന്ന പോലെ അല്ലല്ലോ ഒരു വാട്സാപ്പിലൂടെ ചോദിക്കുന്നത്, അതിന്റെ ഉത്തരം കിട്ടുമോ എന്നൊക്കെ ഉള്ള ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ബട്ട് അതൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ മെന്റേഴ്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരും. മെന്റേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും ഒക്കെ നല്ല രീതിയിൽ നിങ്ങൾ ആ ഒരു പഠനം കൺസിസ്റ്റന്റ് ആക്കാൻ വേണ്ടി നിങ്ങൾ ബാക്കിലാണെങ്കിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ മെന്റേഴ്സ് എല്ലാ സബ്ജക്റ്റിലും പേപ്പർ 1 MCGയിലും ഒക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ദെൻ പിന്നെ ഒരു കാര്യം, നമ്മളുടെ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫാക്കൽറ്റീസ് തന്നെയാണ്. ഇപ്പൊ MCGയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കുള്ള 3 ഫാക്കൽറ്റീസ്, 2 ഫാക്കൽറ്റീസ് GRF ഹോൾഡേഴ്സ് ആണ്, ബാക്കിയുള്ളവരൊക്കെ നെറ്റ് ഹോൾഡേഴ്സ് ആണ്. അപ്പൊ അവരുടെ എക്സ്പെർട്ടൈസ് എന്ന് പറയുന്നത് നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ ഈ പറഞ്ഞ മെന്റേഴ്സ് എഫക്റ്റും മെന്ററിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ ബേസിക്കലി നമുക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അത് രാത്രി സമയങ്ങളിലാണ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവുക. ആൻഡ് ഈ ലൈവ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, പിറ്റേ ദിവസം തന്നെ ഈ ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് അവൈലബിൾ ആയിരിക്കും. സോ ലൈവ് ഇൻ കേസ് കാണാൻ പറ്റാത്തവർക്ക് അതിന്റെ റെക്കോർഡഡ് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ കൺവീനിയന്റ് ആയിട്ടുള്ള സ്പീഡിൽ കണ്ടു തീർക്കാമെന്നുള്ളതാണ്. ദെൻ ഐഫർ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള സ്റ്റഡി പ്ലാനുകൾ കൊടുക്കും. നിങ്ങൾ ഇതിൽ തന്നെ പല കാറ്റഗറീസ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവും അല്ലെ.
ചിലപ്പോ നിങ്ങൾ എന്താണ് സ്റ്റുഡൻസ് ആയിരിക്കും, ചിലപ്പോൾ മദേഴ്സ് ആയിരിക്കും, ദെൻ സ്റ്റുഡന്റുമാണ്, മദറുമാണ്, അങ്ങനെയുള്ള ഒരുപാട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ പഠനം ഒരു ട്രാക്കിലേക്ക് എത്തിക്കാൻ പറ്റുക, അതിനനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മുടെ മെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദെൻ എന്താണ്, നമുക്ക് PYQ ഇ ബുക്ക് സ്റ്റുഡൻസിനും പബ്ലിക്കിനും ഒരുപോലെ അവൈലബിൾ ആക്കും. അതിൽ തന്നെ സ്റ്റുഡൻസിനാണെങ്കിൽ ആപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചർ ലേറ്റസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആയിരിക്കും. ദെൻ എല്ലാ മൊഡ്യൂളിലും ഈ പറഞ്ഞിട്ടുള്ള ക്ലാസ്സുകളും PPT മെറ്റീരിയലും കൂടാതെ നമ്മൾ PDF ഫോർമാറ്റിൽ ബുക്സുകൾ എന്താണ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെസ്റ്റുകൾ കേസ് ആണെങ്കിൽ ആവശ്യത്തിലധികം ടെസ്റ്റുകൾ ഐഫർ ആപ്പിലുണ്ട്. നമുക്ക് ഡെയിലി ബേസിസിൽ ഡെയിലി ടെസ്റ്റ് ഉണ്ട്, വീക്ക്ലി ബേസിസിലാണെങ്കിൽ വീക്ക്ലി മെഗാ മോക്ക് ടെസ്റ്റുകൾ ഉണ്ട്, എല്ലാ മാസവും ഒരു തവണ മന്ത്ലി മോഡൽ എക്സാം ഉണ്ട്. സോ ഡെയിലി, വീക്ക്ലി, മന്ത്ലി നമ്മളുടെ കൺസിസ്റ്റൻസി എങ്ങനെ ആവണം എന്നുള്ളത് ടെസ്റ്റിലൂടെ പറയുന്നുണ്ട്. ദെൻ വി ഹാവ് ഫൈനലി ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് എക്സാം. അതാണ് നമ്മളുടെ ഈ ഒരു നെറ്റ് എക്സാമിന്റെ അതേ മോഡലിലുള്ള ഒരു എക്സാം വരുന്നത്. ദെൻ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളെല്ലാം പഠിച്ചിട്ട് നമ്മളൊരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു എക്സാം വരിക. കാരണം എല്ലാം പഠിച്ച് ഏകദേശം എക്സാമിന്റെ ഡേറ്റ് വന്നപ്പോഴാണ് ഐഫറിൽ ARF എക്സാം നടക്കുക. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഡിഫറെന്റ് ഓരോ സബ്ജക്ട്സിൽ നമുക്ക് മെയിൻ വരുന്ന സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ എന്തായാലും ഒരാൾ മാത്രമല്ല, മാനേജ്മെന്റിലൊക്കെ 3 വിന്നേഴ്സ് ഒക്കെ ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഈ വിന്നേഴ്സിന്റെ ഒരു ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ടോട്ടൽ വിന്നേഴ്സ് 17 അതിൽ 14 പേരും ഈ പറഞ്ഞിട്ടുള്ള നെറ്റ് JRF അല്ലെങ്കിൽ PhDക്ക് എലിജിബിൾ ആയിരുന്നു. അതിൽ 14 തന്നെ 3 പേര് JRF ക്വാളിഫൈഡ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളമാണ് ഇത്തരത്തിലുള്ള എക്സാംസ് നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് എത്തിക്കുന്നത്. ഈ പറഞ്ഞ 14 3 JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സാമും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി നമ്മളൊരു ഫൈനൽ എക്സാം ആയിട്ട് തന്നെ ഇതിനെ കൺസിഡർ ചെയ്യുക. അപ്പൊ വളരെ സീരിയസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് 1, 2, 3 തവണ വെരിഫൈ ചെയ്ത് വളരെ എന്താ പറയുക എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ് ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. അത് ഒരു ടേമിൽ ഒരു തവണ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. then അടുത്ത പുതുതായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഫീച്ചർ ആണ് സ്റ്റുഡന്റ് ഗ്രോത്ത് റിപ്പോർട്ട് എന്ന് പറയുന്നത്. സ്റ്റുഡന്റ് ഗ്രോത്ത് റിപ്പോർട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് അതിന്റെ മോഡൽ കാണിച്ചു തരാം. നമുക്ക് ഇവിടെ സ്റ്റുഡൻസിന്റെ ഡേറ്റ് നമ്മൾ ERP എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലാണ് എൻ്റർ ചെയ്യുക. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിലിപ്പോ ഒരു സോഷ്യോളജിയിലെ സ്റ്റുഡന്റിന്റെ എക്സാമ്പിളാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് അവരുടെ ബാച്ചും പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ വീഡിയോസ് ഒക്കെ എത്ര കണ്ടു എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അനലിറ്റിക്സ് നമ്മളുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് വീക്ക്ലി മെന്ററിങ് ഉണ്ട്, അത് കൂടാതെ മന്ത്ലി മെന്ററിങ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഗ്രോത്ത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മാസവും മെന്റർ വിളിച്ചിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാത്തത് എന്താണ്, എന്തുകൊണ്ട് പറ്റിയില്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ആൻഡ് വീഡിയോ ലെസൺസിന്റെ കേസ് ആണെങ്കിൽ ഈ ലൈവ് സെഷന്റെ ഈ 36 വീഡിയോസിൽ 5 വീഡിയോസ് ആണ് കണ്ടത്, ബാക്കിയുള്ളത് എപ്പോഴാ കാണാൻ പറ്റുക, സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി വീക്ക്ലി മെഗാ മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാണ്ട് മുങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ വീക്കിലും നിങ്ങൾ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. വീക്ക്ലി ആണെങ്കിലും മന്ത്ലി ആണെങ്കിലും നിങ്ങൾ കറക്റ്റ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അത് എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഗ്രോത്ത് റിപ്പോർട്ടിലൂടെ. അതുപോലെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത സ്കോറും കാണാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങൾക്ക് തന്നെ അപ്രോച്ച് ചെയ്യാമല്ലോ, മെന്ററിനെ അപ്രോച്ച് ചെയ്യാം, ലൈക്ക് എന്തുകൊണ്ട് എനിക്ക് ഇത്ര കുറഞ്ഞു, അത് എവിടെയാണ് പാളി പോയിട്ടുള്ളത്, അത് ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള എല്ലാ സജഷൻസും എന്ത് ചെയ്യുന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു മെന്റർ ത്രൂ തന്നെ അവൈലബിൾ ആയിരിക്കും. ഈ പറഞ്ഞ പോലെ PYQ ചെയ്യുന്നതും യൂണിറ്റ് വൈസ് PYQ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറൈസ്ഡ് PYQ ആണ്. ഇത് എത്രത്തോളം ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ 7 എണ്ണം ചെയ്തു, 6 എണ്ണം ചെയ്തു, അല്ലെങ്കിൽ ഒന്നേ ചെയ്തുള്ളൂ അല്ലെ ഒറ്റ ചെയ്തില്ല എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ അറ്റൻഡഡ് കൗണ്ട് ആണ് ഈ ബ്ലൂവിൽ കാണിച്ചിട്ടുള്ളത്. സോ എത്രത്തോളം കണ്ടു എന്നുള്ളതും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ വി ഹാവ് എ സിസ്റ്റം ഓഫ് ആക്ടിവിറ്റി ഗ്രൂപ്പ്. അവിടെ എന്താണ് സ്റ്റുഡൻസ് ഇനീഷ്യേറ്റീവ് എടുത്ത് മെന്റേഴ്സ് ഓരോ ആക്ടിവിറ്റീസ് ആണ് തരിക. അതായത് ഈ പഠനം എന്ന് പറയുന്നത് എപ്പോഴും എൻഗേജിങ് ആക്കുക, അടിപൊളിയാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എപ്പോഴും MCGയുടെ സിലബസ് പഠിക്കുക, പേപ്പർ 1ന്റെ സിലബസ് പഠിക്കുക, കുറെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് കുറച്ചുകൂടെ എൻഗേജിങ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മൾ ലെറ്റർ ചാലഞ്ച്, ഇപ്പൊ A എന്ന് പറഞ്ഞ ലെറ്ററിൽ MCGയിൽ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകൾ അത് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു, അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. അതല്ലെങ്കിൽ നമുക്ക് എന്താണ് കൺസെപ്റ്റ് ചെയിനുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പുതിയ ഐഡിയാസിലൂടെ
നമ്മൾ ജസ്റ്റ് ഇത്രേ വേണ്ടു. നമുക്ക് കിട്ടിയ ഒരു ടോപ്പിക് ആണെങ്കിൽ ആ ഒരു ടോപ്പിക് നമ്മൾ ജസ്റ്റ് എന്താണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഗ്രൂപ്പിൽ ഇടുക. സെർച്ച് ചെയ്യാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് നമ്മളുടെ കുറച്ച് നേരത്തെ ഒരു ടൈം മാത്രമാണ് ആക്ടിവിറ്റി ഗ്രൂപ്പിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. ബട്ട് വളരെ എൻഗേജിംഗ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ദെൻ വി ഹാവ് JRF ക്ലബ്. പേപ്പർ 1-ലാണെങ്കിൽ അത് 5 AM JRF ക്ലബ് ആണ്. എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നത് മുതൽ നമ്മൾ എന്ത് ചെയ്യും, രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് നമ്മുടെ പേപ്പർ 1-ന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിൽ എല്ലാ കാര്യങ്ങളും വളരെ തറവായിട്ട് ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതിലൂടെ ലോജിക്കൽ റീസണിങ്ങും ഡാറ്റയും മാത്സും ഒക്കെ വളരെ എളുപ്പത്തിലാവും. അതുപോലെ തന്നെ പേപ്പർ 2-ന്റെ കേസിലാണെങ്കിൽ നമുക്ക് PYQ ബേസ്ഡ് JRF ക്ലബ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടേമിലെയും ക്വസ്റ്റ്യൻസ് എടുക്കുന്നു, എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. അത് ജസ്റ്റ് ആ ഒരു ആൻസറിന്റെ എക്സ്പ്ലനേഷൻ മാത്രമല്ല ഉണ്ടാവുക, ബാക്കി ഓപ്ഷൻസ് എന്തൊക്കെയാണ്. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ് ബാക്കി മൂന്നുമെങ്കിൽ ആ മൂന്നും കൂടെ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ഡിഫറെന്റ് കൺസെപ്റ്റുകളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. ദെൻ വി ഹാവ് പോഡ്കാസ്റ്റ്. നമ്മൾ മോട്ടിവേഷണൽ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടും നിങ്ങളുടെ കൺസിസ്റ്റൻസി നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ എന്താണ്, ഐഫറിന്റെ ആപ്പിൽ തന്നെ പോഡ്കാസ്റ്റ് അവൈലബിൾ ആണ്. ദെൻ വി ഹാവ് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഹാപ്പിനെസ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. മെന്റേഴ്സ് എന്ന് പറയുന്നത് അക്കാഡമിക്കലി ഉള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് തരും. ആൻഡ് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും കിട്ടി പഠിക്കാനുള്ള ഒരു എൻവയോൺമെന്റും ഉണ്ടായിട്ടും എന്തെങ്കിലും ഒരു സംഗതി നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാപ്പിനെസ് ഓഫീസേഴ്സ് അവർ മിത്ര എന്നാണ് അവർ കോമൺലി പറയുന്നത്. അപ്പൊ മിത്രമാരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം, അവരോട് സംസാരിക്കാം. ഒരു ഇമോഷണൽ സപ്പോർട്ടും ഇവിടെ അവൈലബിൾ ആണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ കോച്ചിങ്ങിന്റെ ആ ഒരു ഡിഫറൻസ് അവിടെ ഇല്ലാണ്ടാവുന്നത്. ഓക്കെ. ദെൻ നമ്മൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ബാച്ച് എന്ന് പറയുന്നത് JRF മിഷൻ JRF പ്രീമിയറിന്റെ ഫൈനൽ ബാച്ച് ആണ്. ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു ബാച്ചിനുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റഡി പ്ലാനുകൾ കിട്ടും, 1-to-1 മെന്ററിങ്, എജുറീൽ എന്താണെന്നുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, സ്റ്റഡി മെറ്റീരിയൽ, അനീസ് പോത്തിയുടെ നേതൃത്വത്തിലുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്. നമുക്കറിയാലോ അല്ലെ, അനീസ് പോത്തി എന്ന് പറയുന്നത് ഓൾറെഡി സാറിന് 8 നെറ്റും 2 JRF ഉണ്ട്. അപ്പൊ ഇപ്പോഴും എക്സാംസ് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ സാറിന്റെ ലീഡർഷിപ്പിലുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് നേരത്തെ പറഞ്ഞ പോലെ പേപ്പർ 1-ലും പേപ്പർ 2-ലും നമുക്ക് എന്തുണ്ട് എന്നുള്ളതാണ്. JRF ക്ലബ് സെഷൻസ് ഉണ്ട്. നമ്മുടെ പ്രീ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫീച്ചറാണ്, വിട്ടുപോയതാണ് ടെസ്റ്റുകളുടെ കൂട്ടത്തിൽ. ആദ്യം നമ്മളൊരു കുട്ടി ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പ്രീ ടെസ്റ്റ് കൊടുക്കും. അതായത് ആദ്യം ആ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു, വീക്ക് ഏരിയ സ്ട്രോങ് ഏരിയ ഒക്കെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ ഒരു പഠനത്തിലേക്ക് നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളി ഒരു ബിഗിനിങ് ആയിരിക്കും, തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആയിട്ട് അത് മാറും. ദെൻ സ്റ്റഡി പ്ലാൻ പറഞ്ഞു. ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സാമിന് ഒരുപാട് പഠിച്ചു, പക്ഷേ ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേക്ക് നമ്മളുടെ ഒരു പഠനം ഒന്ന് ബ്രേക്ക് ആയി, ഒരുപാട് കാര്യങ്ങൾ മിസ്സായി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഇപ്പൊ പേപ്പർ 1-ൽ ഞാൻ നേരത്തെ പറഞ്ഞ 21 ഷിഫ്റ്റിലും ഇപ്പൊ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ ഈ 21 ഷിഫ്റ്റിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് കോമൺ ഏരിയാസ് ഉണ്ടാവും. അപ്പൊ ഇത് മാത്രം ലിസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്, നമ്മൾ ഈ പറഞ്ഞ ബ്ലൂ പ്രിന്റ് പ്രൊവൈഡ് ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് കവർ ചെയ്യാൻ പറ്റും. ആക്ടിവിറ്റി ഗ്രൂപ്പ്, ARF ഐഫർ റിസർച്ച് ഫെലോഷിപ്പ് എക്സാം, ഗ്രോത്ത് റിപ്പോർട്ട്, ദെൻ സിലബസ് കവറിംഗ് ആയിട്ടുള്ള ലൈവ് സെഷൻസ്, അത് കൂടാതെയുള്ള PYQ ബേസ്ഡ് ആയിട്ടുള്ള JRF ക്ലബ്ബ്, PYQ ഡിസ്കഷൻസ് പോലുള്ള. പേപ്പർ 1-ലാണെങ്കിൽ നമുക്ക് PYQ ഡിസ്കഷൻസും അവൈലബിൾ ആണ്. സോ 4 ഇയേഴ്സ് കൊണ്ട് ഈ പറഞ്ഞ 325 JRF-ഉം 2642 നെറ്റും ഒരു 2 ടേമിലായിട്ട് വന്നിട്ടുള്ള PhD അത് 2812 ഈ ഐഫർ സ്റ്റുഡൻസിന്റെയും അതുപോലെ തന്നെ ഐഫറിലെ ടീം മെമ്പേഴ്സിന്റെ എഫേർട്ട് കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു ടീമിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങളും ഈ ഒരു ലിസ്റ്റിൽ കൗണ്ട് ചെയ്യപ്പെടും എന്നുള്ളതാണ്. സോ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ്, താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഭാഗമാവാവുന്നതാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് പ്രോമിസ് തരാൻ പറ്റുന്ന ഒരു ക്ലാസ്സുകളാണ് ഇവിടെ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ കൂടെ നിങ്ങൾ ഒരു എഫേർട്ട് ഇടാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി റെഡി ആണെങ്കിൽ ഉറപ്പായിട്ടും ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. MCGന്റെ കേസിലാണ് ഞാൻ പറഞ്ഞ പോലെ സിലബസ് മാറുന്നുണ്ട്, എക്സാം പാറ്റേൺ മാറുന്നുണ്ട്, അതിനനുസരിച്ച് നമ്മളും നല്ല രീതിയിൽ ചേഞ്ച് ആവേണ്ട ഒരു അവസ്ഥ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ ലാസ്റ്റ് ടേമിലൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പുതിയ ഏരിയാസ് ഇനിയും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. MTA എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു, ഇവിടെ നിന്നൊക്കെ കണ്ടുപിടിക്കുന്നു, ആ ഏരിയാസ് ഒക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത പണി എന്ന് പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് മാറ്റങ്ങൾക്കനുസരിച്ച് JRF ക്ലബ്ബുകളിലൂടെ ഒക്കെ നമുക്ക് പഠിച്ചു പോകാവുന്നതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
അപ്പോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ? എന്താണ് അവസ്ഥ? ഇത് ഈ ഒരു ടേമിലെ വെബിനാറിന്റെ ഒരു സ്റ്റാർട്ടിങ് മാത്രമാണ് കേട്ടോ. ഇതൊരു ഫസ്റ്റ് വെബിനാർ ആയിട്ട് മാത്രം കൺസിഡർ ചെയ്താൽ മതി. നിങ്ങൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും പഠിക്കാൻ കൂടെ ഉണ്ടാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വെബിനാർസ് അവൈലബിൾ ആവുന്നതാണ്. സോ ഈ ഒരു സെഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയോ? നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നോ? ഇപ്പൊ നെറ്റ് ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ JRF പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? പഠിക്കാൻ പറ്റുമോ? എന്താണ് അവസ്ഥ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യോ? നമ്പർ തരാം കേട്ടോ. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ഗ്രൂപ്പിൽ തന്നെ അവൈലബിൾ ആക്കി തരും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരും ഫീഡ്ബാക്കുകളൊന്നും പറയുന്നില്ല. യൂസ്ഫുൾ ആവാഞ്ഞിട്ടാണോ അതോ ആരും ഒന്നും പറയുന്നതാണെന്നില്ല? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. അതിനും കൂടി ഉള്ളൊരു ടൈമാണ്. എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മൊത്തത്തിൽ MCGനെ കുറിച്ചോ ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, താങ്ക് യു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, വേറെ ഡൗട്ടുകളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ അവൈലബിൾ ആവുന്നതായിരിക്കും കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.